കർത്താവിൻ്റെ ധന്യനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ PIPയുടെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ ലീഡ് ചെയ്യുന്ന കത്തദാസൻ, ഞാൻ വളരെ വളരെ സ്നേഹിക്കുന്ന എനിക്ക് കത്തദാസൻ പാസ്റ്റർ ജെർസി, ഇവിടെയുള്ള എല്ലാ കത്തദാസന്മാർ, എനിക്ക് പ്രിയങ്കരായ നിങ്ങളെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇതൊരു ഇങ്ങനെയൊരു പ്രോഗ്രാം എൻ്റെ യാത്രയിൽ ലഭിച്ചതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. ചുരുക്കം കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ വന്നതാണ്. അപ്പം എൻ്റെ അടുത്ത് ഇവിടുത്തെ PIPയുടെ കമ്മിറ്റിയിൽപ്പെട്ടവരെ വളരെ കുറച്ച് സമയങ്ങൾ ഇവിടുന്ന് അടുത്തൊരു യാത്രയിലേക്ക് ഞാനിങ്ങനെ പോകാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് രാവിലെ അബുദാബിയിൽ നിന്ന് തന്നെ പ്രിയ ആൽവിൻ കൊണ്ടുവന്നു. നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. നല്ല വചനമൊക്കെ കേട്ടു. ഞാൻ ഒരു മെസ്സേജ് ഒന്നും പോകുന്നില്ല. എൻ്റെ ഒന്ന് രണ്ട് സാക്ഷ്യം പറയും. ഞാൻ ഉപദേശിയുടെ മകനാണ്, ഒരു സഞ്ചാരി ഉപദേശിയുടെ മകനാണ്. വീടുകളിൽ കയറി ട്രാക്റ്റ് കൊടുക്കുകയും അനേകരെ സുവിശേഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു സഞ്ചാരി ഉപദേശിയുടെ മകനാണ്. സഞ്ചാരി ഉപദേശം എന്ന് പറയുമ്പോൾ 52 വർഷം സുവിശേഷ വേല ചെയ്ത ഒരു സഞ്ചാരി ഉപദേശിയുടെ മകനാണ്. അപ്പോൾ ഈ ട്രാക്റ്റ് കൊടുക്കുകയും തോളി സഞ്ചി തൂക്കി നടക്കുകയും ചെയ്യുന്ന ഉപദേശിമാരെ കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു വില നമുക്കറിയാം. അവർ നിസ്സാരന്മാരാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ അപ്പൻ ഒരു വിശുദ്ധിയോടെ ജീവിച്ച ഒരു സഞ്ചാരി വിദേശിയായിരുന്നു. അദ്ദേഹത്തിന് ഞങ്ങൾ 5 മക്കളാണ്. 5 മക്കളിൽ ഞങ്ങൾ 5 പേരും നല്ല ജോലി ചെയ്തവരാണ്. നല്ല ജോലിയായിരുന്നു 5 പേർക്ക്. പക്ഷേ കർത്താവ് ഞങ്ങളെ വേലയ്ക്കായി വിളിച്ചു. ഞങ്ങൾ 4 പേരുന്ന് സുവിശേഷ വേലക്കാരാണ്. ഞങ്ങളുടെ അപ്പന് ഞങ്ങൾ 3 ആൺമക്കളുണ്ട്. ഏറ്റവും അനുജം സന്തോഷിനെ പാസ്റ്റർക്ക് അറിയില്ലേ? ഇന്ന് ന്യൂയോർക്കിൽ ആൽബനിയിൽ 5 സഭകളുടെ സീനിയർ പാസ്റ്ററായി കർത്താവിൻ്റെ വേല ചെയ്യുക. രണ്ടാമത്തെ ഞാൻ പാസ്റ്റർ ഐസക് തരീൻ. അദ്ദേഹം നല്ല ഒരു വിദ്യാഭ്യാസമൊക്കെ നേടി ഒരു നല്ല ജോലിയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ദൈവം നല്ല ഒരു നിലയിൽ ദൈവം ഉയർത്തി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാനും ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒരു പദം ഞാൻ പറഞ്ഞ് എൻ്റെ അടുത്ത പ്രോഗ്രാം ഇപ്പോൾ മക്കളെ പാടാൻ റെഡിയല്ലേ? ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള വേല സുവിശേഷ വേലയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വിളിക്കുന്നെങ്കിൽ മടി കാണിക്കരുത് കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ നല്ല റോൾ മോഡലായിട്ട് ഒത്തിരി കത്തദാസന്മാരുണ്ട്. നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് കാണുന്നവരെയൊന്നും നിങ്ങൾ നോക്കാതെ പരന്ന് നോക്കിയാൽ ഒത്തിരി മോഡലാക്കാൻ പറ്റുന്ന, നിങ്ങൾ നല്ല ഗൈഡാക്കാൻ പറ്റുന്ന, മെൻറ്ററാക്കാൻ പറ്റുന്ന ഒത്തിരി പാസ്റ്റേഴ്സുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഇതിനകത്ത് പറയട്ടെ, കുറച്ച് കാലമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഒരു ദേവദാസൻ വന്ന് ഒരു മെസ്സേജൊക്കെ പറഞ്ഞു, കുറച്ച് കാലമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എത്ര കാലം ഭൂമിയിലുണ്ടെന്ന് പറയുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് നിങ്ങളെ ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ നോ പറയരുത്, പൊക്കോണം കേട്ടോ. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഞാനൊരു 35 വർഷമായി എഴുത്തുകാരനാണ്. കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, പുസ്തകങ്ങൾ, നമ്മുടെ പെന്തക്കോസ് മുതൽ തന്നെ ചർച്ച ചെയ്യുന്ന ചില പുസ്തകങ്ങൾ, ഏകദേശം ഒരു 1300-ലധികം ആർട്ടിക്കിൾസൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുത്തുകാരനാണ്. പക്ഷേ പാട്ടെഴുത്തിലേക്ക് ദൈവം എന്നെ നയിച്ചത് ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. എനിക്ക് കീബോർഡ് വായിക്കാൻ അറിയില്ല. എൻ്റെ സുഹൃത്ത് സാലിനും ഇവിടെ ഉണ്ട്. എനിക്ക് കീബോർഡ് വായിക്കാൻ അറിയില്ല. എനിക്ക് നമ്മുടെ സഭയിലെ ഡ്രമ്മ് പോലും അടിക്കാൻ ശരിക്കും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ അറിയത്തില്ല. സംഗീതം എന്തെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ സങ്കടങ്ങളുടെ കാലങ്ങളിൽ, എൻ്റെ ദുഃഖങ്ങളുടെ കാലങ്ങളിൽ കഴിക്കാൻ നല്ല ആഹാരമോ, നിങ്ങൾക്കറിയാമല്ലോ, സഞ്ചാരി വിദേശ വീട് നിങ്ങൾക്കറിയാം, ധരിക്കാൻ നല്ല വസ്ത്രമോ, പാർക്കാൻ നല്ല വീടോ, ഇന്ന് ഞങ്ങൾക്കുള്ളതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അവിടെ ദൈവം കൈപിടിച്ച് നടന്നു വന്ന വഴികളിലൊക്കെ ദൈവത്തിൻ്റെ കരുതൽ കണ്ടപ്പോൾ, ദൈവസ്ഥനിൽ ഇരുന്നപ്പോൾ ദൈവം തന്ന വരികളും ദൈവം തന്ന ഈണങ്ങളുമാണ് എൻ്റെ പാട്ടുകളെല്ലാം. അങ്ങനെയാണ് ഈ പാട്ടൊക്കെ രൂപപ്പെട്ടു വന്നത്. കണ്ണുനീരുന്ന് മാറുമോ, ആരാധിപ്പാൻ കാരണമുണ്ട്, നഷ്ടങ്ങളിലും പതറിടലേ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ. ഞാൻ എഴുതിയൊരു പാട്ടാണ്. ഓടിയതോ അധ്വാനിച്ചതൊന്നും നാമല്ല, എല്ലാം നമ്മിലുള്ള ദൈവകൃപയാൽ, ഈ കൃപ നമ്മിൽ നിന്ന് എടുത്തു മാറ്റിയ പിന്നെ നമ്മെ ഒന്നിനും കൊള്ളുകയില്ല. നമുക്കൊരു ദൈവമുണ്ട്, സ്വർഗത്തിലുണ്ട്, നമുക്കായി കരുതുന്ന കർത്തനുള്ളപ്പോൾ. ഇങ്ങനെ ദേശം 110ഓളം ഗാനങ്ങൾ പല കാലങ്ങളിൽ എഴുതുക ഭാഗ്യം നൽകി. എനിക്ക് നിങ്ങളുടെ റിക്വസ്റ്റുണ്ട്. ഒരു റിക്വസ്റ്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു സഭാ പാസ്റ്ററാണ്. ഈ യോഗം തീരേണ്ട സമയത്ത് എനിക്കറിയാം പാസ്റ്ററെ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആ സമയത്തിന് നിർത്തും. ഞാനൊരു സഭാ പാസ്റ്ററാണ്. ഇത് തീരേണ്ട ഒരു സമയമുണ്ട്. എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. പ്രിയ മക്കളെ, ഞാൻ ഈ ലേറ്റസ്റ്റ് ഒരു പാട്ട് എഴുതി, നിങ്ങൾ കേട്ട് കാണും. യേശു വന്നിടും നാഥൻ വേഗം വന്നിടും. നിങ്ങൾ കേട്ടായിരുന്നു അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് കേൾക്കണം കേട്ടോ. യേശു വന്നിടും നാഥൻ വേഗം വന്നിടും,
എന്നുള്ളൊരു പാട്ട് റീസണിങ് ഞാൻ എഴുതി പുറത്തിറക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു മെസ്സേജിന് ഒരു കൺവെൻഷന് പ്രസംഗിക്കണം, വലിയ കൺവെൻഷൻ പ്രസംഗം എന്നല്ല, ചെറിയൊരു കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്ന ഒരു ഉദ്ദേശിച്ച്. അപ്പോൾ ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് ഞാനിങ്ങനെ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യാം ഇങ്ങനെ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുക. ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഫെലോഷിപ്പിൻ്റെ ജനറൽ കൺവെൻഷൻ്റെ തീമും അതിനോട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ അറിയാതെ ചോദിച്ചു, കർത്താവേ ഞങ്ങളെല്ലാം കുറേ വർഷമായിട്ട് പ്രസംഗിക്കുകയല്ലേ, കർത്താവ് എന്നാ വരുന്നേ എന്നൊക്കെ ചിന്ത മനസ്സിൽ വന്നപ്പോൾ, കഷ്ടതയും സങ്കടമൊക്കെ ഭൂമിയിലുണ്ടല്ലോ എന്ന് ചോർത്തപ്പോൾ പെട്ടെന്ന് ദൈവം നൽകിയ ഒരു വരിയാണ്. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് ദൈവം തന്നെ, കാലങ്ങളെല്ലാമേ മാറിപ്പോയിടും, ഭൂമിയും ഭൂതലവും നീങ്ങിപ്പോയിടും, രാജാതിരാജാവായി കർത്താവ് വരും എന്നുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ പാട്ട് പെട്ടെന്ന് എഴുതി ദൈവം നല്ലൊരു ട്യൂണ് തന്നു, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ കീബോർഡ് അറിയാത്ത എനിക്ക് ദൈവം നല്ലൊരു ട്യൂണ് നൽകി, ദൈവം നിങ്ങൾക്ക് ട്യൂണ് തരും കേട്ടോ, ദൈവം നിങ്ങളെ ഉപയോഗിക്കും കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അതിനകത്തൊരു 4-5 വരി പാടിയാലോ? സ്തോത്രം, നമുക്കൊന്ന് പാടിയാം ചേർന്ന് കരങ്ങളടിച്ച് ആ പാട്ട് 4 വരിയെന്ന് പാടി. സമയത്ത് ഞാൻ വളരെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ഞാൻ വളരെ സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കത്താസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്തെങ്കിലുമൊക്കെ ഇത് ജീവിതത്തിൽ പ്രതിസന്ധിക്ക് വരുമ്പോൾ ഓടി ഞാൻ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന കത്താസിന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ സമയത്ത് യേശുവിൻ്റെ വരവിൻ്റെ കൈയടിച്ച് പാടാൻ പറ്റുന്നൊരു പാട്ട് നിങ്ങളിങ്ങനെ എഴുതിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നതിനോട് പറയുകയുണ്ടായി. സ്തോത്രം, കർത്താവ് വേഗം വരാൻ സമയമായി. സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഞാൻ കുറച്ച് നാൾ വിദേശത്ത് ജോലിയോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്തിരുന്നു. ആ സമയത്ത് ഇതുപോലെ ഒരു കൂട്ടായ്മയിൽ, നിങ്ങളെപ്പോലെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടായ്മയിൽ ഒരു ഉപദേശി പ്രസംഗിക്കാനായിട്ട് വന്നിട്ട് ആ ഉപദേശി ഇങ്ങനെ ഈ ആരാധന എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ പെന്തക്കോസുകാർ ആരാധന നമ്മൾ അന്യഭാഷ പറയും, കൈയടിക്കും, രക്തം ചെയ്യാൻ പറയും, നമ്മൾ കർത്താവിനെ സകലതും മറന്ന് ആരാധിക്കുന്നവരാണ്. അങ്ങനെയല്ലേ സകലതും മറന്ന് ആരാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആരാധനയിൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കാൻ ഇത്രയും ബഹളം വെച്ചൊന്നും ആരാധിക്കരുതെന്ന് പറഞ്ഞു. ഇത്രയും ഒന്നും കൈയടിച്ച് ബഹളം വെക്കരുത്, രക്തം ചെയ്യൊക്കെ എന്തിനാ ചുമ്മാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തന്നെ അങ്ങനെയൊക്കെ ചിന്ത ഉള്ളവർ ഇന്നും പെന്തക്കോസിലുണ്ട്. ഞാനിത് ഞെട്ടിപ്പോയി. എന്നാ ഇപ്പം ഇവിടെ എന്നെ ഗർസി ഭാഷ പ്രസംഗിക്കാൻ അവസ്ഥ ഞാൻ എഴുതിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തെടുത്ത ബഹളം വെച്ച് കൈയടിക്കുന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് എന്നായിരിക്കും? സാധാരണ ഗർസിം പാസ്റ്ററാണെങ്കിൽ പിടിച്ചിരുത്തും അല്ലേ, പാസ്റ്റർ മതി പ്രസംഗിച്ചാൽ മതി. പക്ഷെ ഞാനിങ്ങനെ അതിശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക, എന്നാ ഈ പുള്ളി ഇദ്ദേഹം പറയുന്നത്. അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മറുപടി എഴുതുക എന്നുള്ളതാണ് ലേഖനം. പെട്ടെന്ന് എൻ്റെ ബൈബിളിൽ ഒരു പേപ്പർ എടുത്ത് എഴുതി, എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കണം. തലക്കെട്ടങ്ങ് എഴുതി, ലേഖനത്തിൻ്റെ തലക്കെട്ടെഴുതി എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കണം. എന്നിട്ട് ആ ആഴ്ച എഴുതാനായിട്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ ആഴ്ചയിൽ ചിന്ത ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. ആ ചിന്ത വരുമ്പോൾ പെട്ടെന്ന് ദൈവം 2 വരികൾ തരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് എൻ്റെ ചിന്തയിലേക്ക് വന്ന് ദൈവം തരികയാണ്, ആരെ ആരാധിച്ചില്ലെങ്കിലും നീ ആരാധിക്കണം, ആര് കൈയടിച്ചില്ലെങ്കിലും നീ കൈയടിക്കണം. കാരണം നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ കാരണമുണ്ട്. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ നിന്നപ്പോഴാണ് ആരാധിപ്പാൻ കാരണമുള്ള പാട്ട് രൂപപ്പെട്ട് വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ.
ആരാധിപ്പാൻ നമുക്ക് ഒത്തിരി കാരണങ്ങളുണ്ട്. കൈകൊട്ടി പാടാൻ ഒത്തിരി കാരണം നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ഓർക്കുന്ന സ്തോത്രം ചെയ്യാമോ? ഉലകമഹാന്മാരെല്ലാം കല്ലറയിൽ ഒതുങ്ങിയപ്പോൾ നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ എത്ര ആരാധിച്ചാലും പോരാ, എത്ര കൈയടിച്ചാലും പോരാ, എത്ര പാട്ട് പാടിയാലും പോരാ. എത്ര സന്തോഷമുണ്ട്! ഒരു ചാൻസ് ഒന്ന് ചേർന്ന് പാടി സ്തോത്രം. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ലഭിച്ചതോ ഉള്ളിൽ പോലും നിലച്ചതല്ല. കരങ്ങളടിച്ച് ചില നിമിഷങ്ങളൊന്നും പാടാമോ? ചേർന്ന് പാടി കരങ്ങളടിച്ച് ശക്തിയോടെ. ഞാൻ എഴുതിയ മറ്റൊരു പാട്ടാണ് സ്തോത്രം, നഷ്ടങ്ങളിലും പതറില്ലേ എന്നുള്ള പാട്ട്. നിങ്ങൾക്കറിയുന്ന വരികളാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന എന്നൊക്കെ. 2004 ആ പാട്ട്. 2004 എൻ്റെ ഇളയ മകൻ ആശർ ടിസാണ് ജനിക്കുന്ന സമയത്ത്. ജനിച്ച് ഒരു 55ഓളം ദിവസം ഈ ഐസിയുയിൽ തന്നെ കിടന്നു. ജനിച്ച കുഞ്ഞ് പല രോഗത്താൽ പല പ്രശ്നങ്ങളാൽ പാടുപെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാതെ, ജനിച്ച കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാതെ അത് മരണത്തിനും ജീവനും ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ബ്ലഡ് എടുത്ത്, ജനിച്ച പിഞ്ചു കുഞ്ഞിൻ്റെ ബ്ലഡ് എടുത്ത് തിരുവനന്തപുരത്ത് പോകുന്നു, കൊല്ലത്ത് പോകുന്നു, പലയിടത്ത് ടെസ്റ്റുകൾക്കായി പോകുന്നു. ജീവനിലേക്ക് തിരികെ വരാൻ കഴിയാത്തൊരു സാഹചര്യം. ആ സന്ദർഭങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചും ഞരങ്ങിയും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞത്, എല്ലാ രാത്രിയിലും ഉറങ്ങാറില്ല. ഒരു ദിവസം കൊല്ലം സങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും ഗ്രൗണ്ടിൽ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു 2:30 മണിയായി കാണും. ദൈവം എന്നോട് പറഞ്ഞൊരു പ്രവചന ശബ്ദമാണ് ആ പാട്ടിൻ്റെ ആദ്യത്തെ വരികൾ. ഞാൻ നിൻ്റെ ദൈവമാണ്, നീ എനിക്കുള്ളവനാണ്. അത് ആ രാത്രിയിൽ ഞങ്ങനെ പ്രാർത്ഥിച്ചും കരഞ്ഞും ജാഗരിച്ചിരിക്കുമ്പോൾ ദൈവനോട് പറയുകയാണ്, ഞാൻ നിൻ്റെ ദൈവമാണ്, നീ എനിക്കുള്ളവനാണ്. അന്ന് രാത്രി തന്നെ ആ 4 വരി എൻ്റെ ഉള്ളിലേക്ക് ദൈവം തരികയാണ്. 4 വരി എഴുതി ഏകദേശം ഒരു വർഷം അടുത്ത് വരുമ്പോൾ, ഏകദേശം ഒരു വർഷം ആകാറായി. ആ സന്ദർഭത്തിലാണ് നിങ്ങൾക്കെല്ലാം അറിയാം, സന്തോഷ് തരിയൻ ഇവിടെ ഷാർജയിലുണ്ടായിരുന്നു. 15 വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹം തിരുവനന്തപുരത്ത് ഉള്ള ഒരു മകളുമായിട്ട്, മിനി എന്ന് പറയുന്ന കുട്ടിയുമായി ഉറപ്പിച്ച് കല്യാണത്തിന് നാട്ടിലേക്ക് വരാൻ എല്ലാം സെറ്റിലായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കിസീസ് വഴി വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി ഇടിച്ച് ഒരാൾ കൊല്ലപ്പെടുന്നത്. 50 വർഷം മുമ്പ് ഇവിടെ കുടിയേറി പാർത്ത് ഇവിടുത്തുകാരെ പോലെ ജീവിക്കുന്ന ഒരു ബംഗ്ലാദേശുകാരനായിരുന്നു കൊല്ലപ്പെട്ടത്. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ച് കാണും, ഗർസിം പാഷൊക്കെ പ്രാർത്ഥിച്ച സംഭവമാണ്. വളരെ പ്രയാസമായി. അവൻ്റെ കല്യാണമൊക്കെ മാറി മുടങ്ങി. അവരുടെ വീട്ടുകാർ സങ്കടത്തിലായി, എല്ലാവരും സങ്കടത്തിലായി. ഞങ്ങളുടെ വീടൊക്കെ മരണ വീട് പോലെയായി. അനിയൻ്റെ ജയിൽവാസം നീണ്ടുപോകുന്ന കാലഘട്ടത്തിൽ വഴികളെല്ലാം അടഞ്ഞുപോയി. ഇതുപോലെ നമ്മൾ ഈ ആഹാരമൊക്കെ മുമ്പിൽ വെച്ചിട്ട് കഴിക്കാൻ പറ്റാതെ കണ്ണിങ്ങനെ നിറഞ്ഞ ആ ആഹാരത്തിലേക്ക് കണ്ണുനീര് വീഴുന്നൊരു രംഗം ഉണ്ടല്ലോ, അതെന്നും കരയുന്നൊരു രംഗം. അങ്ങനെ കരഞ്ഞു പോകുന്ന കാലങ്ങളിൽ ഒരു ദിവസം ഇങ്ങനെ ഒരു പുൽപ്പായിൽ ഇങ്ങനെ കമന്ന് കിടന്ന് കരയുക, കർത്താവേ എന്താണങ്ങ് സംസാരിക്കാത്തത്, എന്താ അങ്ങ് ഇടപെടാത്തത്, എന്താണൊരു വഴി, എങ്ങനെ അവന് പുറത്തിറങ്ങാൻ പറ്റും? ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു പ്രവചന ശബ്ദമാണ് അടുത്തത്. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ലോ ഈ വേദന,
നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാനല്ലയോ ശോധന. ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുറ്റം വിധിച്ച് എല്ലാവരും തള്ളിയാലും ഞാൻ നിന്നെ തള്ളിക്കളയില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ SPI പോകുന്ന നമ്മുടെ തട്ടസഭയിലെ സജി ബ്രദറാ, സജി ശാമുകൽ. ഞാൻ സൈച്ചാനെ വിളിച്ചിട്ട് പറഞ്ഞു, സജ്ജ, ദൈവം എന്നോട് പറഞ്ഞു ദൈവം അവനെ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആ ജയിലിൽ കിടന്നാണ് സന്തോഷ് സുവിശേഷ വിലയ്ക്ക് സമർപ്പിക്കുന്നത്. കർത്താവ് പുറത്ത് കൊണ്ടുവന്നാൽ വേല ചെയ്തോളാമെന്ന് സമർപ്പിക്കുകയും അവിടുന്ന് എങ്ങനെ പുറത്ത് വന്നെന്ന് ഇന്നും എനിക്കും അറിയില്ല, സന്തോഷനും അറിയില്ല, ആർക്കും അറിഞ്ഞുകൂടാ. ദൈവം ഇന്നും അത്ഭുതം ചെയ്ത ദൈവമാണ്. സ്വതന്ത്രം ചെയ്യാം. ഇന്നും ആർക്കും അറിഞ്ഞുകൂടാ എങ്ങനെയാണ് സന്തോഷ് റിലീസായി എന്നറിയത്തില്ലേ. ഒരു ദിവസം ഇങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകും. ഒരു ദിവസം താനെ ഈ റിലീസാകുന്നവരുടെ പേരെഴുതിയിടും ജയിലിനകത്തും കണ്ട്. ഒരു ദിവസം എന്നും ചെന്ന് പോയി നോക്കും. ഒരു ദിവസം താൻ ചെന്ന് നോക്കുമ്പോൾ തൻ്റെ പേരിനകത്തുണ്ട്. ഇന്ന് എങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അറിയാൻ വയ്യ. അതിനേക്കാൾ വേറെ മിറക്കിൾ പറയട്ടെ, കയറ്റി വിട്ട് നാട്ടിൽ ചെന്ന് ആ പഴയ ആലോചിച്ച പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് വീണ്ടും സന്തോഷ് ഇവിടെ തന്നെ വന്ന് ജോലി ചെയ്യുന്നുള്ളതാണ്. അവൻ്റെ ഭാര്യ ഈ റാഷിദ് ഹോസ്പിറ്റൽ ജോലി. അതൊക്കെ എൻ്റെ മിറക്കിളാണ്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 6 എഴുതി അവർ 2 പേരും കൂടെ അമേരിക്കയിൽ പോയെന്നുള്ളതാണ്. എങ്ങനെ പാസ്സായത് ഇന്നും മിറക്കിളാണ് പ്രിയപ്പെട്ടവർ. ഇതൊക്കെ എനിക്ക് ഇന്ന് ഞാനിത് പറയുമ്പോൾ ഞാൻ കർത്താവ് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. ദൈവം അത്ഭുതം കണ്ട ദൈവമാണ്. ഇന്ന് അമേരിക്കയിൽ ന്യൂയോർക്കിൽ പാസ്റ്റർക്കറിയാം, ന്യൂയോർക്കിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആൽബനി എന്ന് പറയും. ആൽബനി പോയി ഒരു പൈനിയർ വർക്ക് തുടങ്ങി, ഒരു വിശ്വാസം ഇല്ലാത്ത തുടങ്ങി, ഒരു സഭ സ്ഥാപിച്ച് അവിടെ കർത്താവിൻ്റെ വേല ചെയ്തു. അതിൻ്റെ ബ്രാഞ്ചായിട്ട് 5 പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഇന്ന് ദൈവം അവനെ അവിടെ ഉപയോഗിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ, കരുതി കരുതൽ നിലച്ചിടുമ്പോൾ. സ്തോത്രം. ഞാൻ ആ പാട്ട് എഴുതുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ മുഖത്തലയിൽ, എൻ്റെ അപ്പനെ ഓടിച്ചു വിട്ട നാടാ മുഖത്തല. പെന്തിക്കോസുകാർ നാട്ടിൽ വേണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ട എൻ്റെ അപ്പനെ 62 രക്ഷിക്കപ്പെട്ടപ്പോൾ ആ നാട്ടിലൊരു വീട് പണിയണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പണി തീരാത്തൊരു വീട് പണിതിട്ട് അതിനകത്ത് കയറി താമസിക്കുന്ന ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നൊരു വരിക, നന്മയല്ലാതെ ഒന്നും ദൈവം ചെയ്തിട്ടില്ല, തിന്മയ്ക്കായിട്ടൊന്നും ഭവിച്ചിട്ടില്ല, നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ച ദൈവം ഇന്ന് നന്മ മാത്രമേ ചെയ്യൂ. അവർക്ക് സ്തോത്രം ചെയ്യാമോ? നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പാട്ടിനെ കുറിച്ച് ചോദിക്കാനുണ്ടോ? അടുത്തൊരു 3 മിനിറ്റ് ഉണ്ട്, ഞാൻ വാക്ക് അവസാനിപ്പിക്കുക. ആർക്കും എന്നോട് വല്ലതും ചോദിക്കാനുണ്ടോ പാട്ടിനെ കുറിച്ചോ? അപ്പൻ വിശ്വാസത്തിൽ വന്നത് പപ്പ ഒരു പപ്പായി ഒരു മർത്തോമേൽ ഉപദേശിയുടെ മോനായിരുന്നു. പപ്പ വിശ്വാസത്തിൽ വരാൻ കാരണം ഞങ്ങളുടെ കവലയിൽ ആ കാലത്ത് കുണ്ട്ര അസംബ്ലീസ് കൂടിലെ പാസ്റ്റർ KO ചെറിയാച്ചൻ, PO ചെറിയാച്ചൻ എന്ന് പറയുന്ന പാസ്റ്ററും കുടുംബവും ഞങ്ങളുടെ കവലയിൽ വന്ന് ഒരു പരസ്യോഗം നടത്തി. അപ്പോൾ പപ്പയുടെ 18ാമത്തെ വയസ്സാണ്. പപ്പ ഇങ്ങനെ കവലയിലേക്ക് കയറി വന്നപ്പോൾ കാണും ഒരു പരസ്യോഗം നടന്നുകൊണ്ടിരിക്കുക. അതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പപ്പയുടെ ഉള്ളിലേക്ക് പതിച്ചൊരു പദമാണ്, മനുഷ്യ നീ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിലോ നരകത്തിലോ. എൻ്റെ അപ്പൻ 18ാമത്തെ വയസ്സിൽ ആ പരസ്യവും ശബ്ദം കേട്ട് ആ കവലയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ സമർപ്പിച്ചു. PO ചെറിയച്ചൻ പാസ്റ്റർ അവിടെ കുണ്ട്ര AG ചർച്ചിരിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. കൊല്ലം അസംബ്ലി സഭയിലാണ് സ്ഥാനപ്പെടുന്നത്. പിന്നീട് എൻ്റെ അപ്പൻ കോളേജിൽ പഠിക്കാൻ തിരുവല്ല ഷാരോണി ചെല്ലുമ്പോഴാണ് ഷാരോണി വന്നത്. അങ്ങനെ അപ്പൻ രക്ഷിക്കപ്പെട്ടത്. ഇനി പാട്ടിനെ കുറിച്ച് കണ്ണുനീരെന്ന് മാറും മുതൽ പാട്ട് 1996 ഞാൻ എഴുതുന്നത്. 96 ഈ ചെറിയ ചെറിയ സുവിശേഷ വേലയും അതോടൊപ്പം ഒരു ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു പോകുന്നൊരു കാലഘട്ടത്തിൽ രക്ഷപ്പെടാൻ സംവിധാനമൊന്നുമില്ലല്ലോ. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തുറന്നു പറയാൻ പോയാൽ വലിയ പ്രയാസമാണ്. കാരണം ഞാൻ പോലും കരഞ്ഞു പോകും. സാഹചര്യങ്ങളൊക്കെ വളരെ പ്രയാസമുള്ളൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബൈക്കിൽ ഞാനിങ്ങനെ കൊട്ടാരക്കര നെല്ലിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് വണ്ടി ഓടിച്ച് അമ്പലപ്പുറം എന്ന സ്ഥലത്തു കൂടെ വരുമ്പോൾ ഒരു കൊച്ചുകുട്ടി, 1 വയസ്സുള്ളൊരു കുട്ടി ഒരു അമ്മയുടെ കൈ പിടിച്ച് നടക്കുക. ആ അമ്മയുടെ കൈ വിട്ടിട്ട് വണ്ടി ഇങ്ങനെ ചാടി റോഡ് ക്രോസ് ചെയ്തു. ആ കുട്ടിയെ രക്ഷിക്കാൻ ഞാൻ വണ്ടി വെട്ടിക്കുമ്പോൾ ഒരു 15 അടി താഴ്ചയുള്ള റബ്ബർ തോട്ടത്തിലേക്ക് വണ്ടി അങ്ങ് പോയി. എൻ്റെ ഇടത്തെ വാരിയിൽ 2 എണ്ണം പൊട്ടി. എൻ്റെ നട്ടലിനോട് ഭാഗമൊക്കെ ഭയങ്കര പ്രയാസമായി. ശരീരം മുഴുവൻ മുറിഞ്ഞ് വളരെ വേദനയോടി കൊട്ടാരയ്ക്ക് KNSC കിടക്കുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത ഭാരം തോന്നി. കർത്താവേ, ഒരു തിന്മയും ഞങ്ങൾ ചെയ്തിട്ടില്ല, നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നേ ഉള്ളൂ, എങ്ങും രക്ഷപ്പെടുന്നില്ലല്ലോ എന്ന കർത്താവേ എന്ന് രക്ഷപ്പെടുക. നിരാശയും സങ്കടവും ദുഃഖവും. അന്ന് ആ ദിവസങ്ങളിൽ ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ ഭിത്തിക്ക് നേരെ തിരിഞ്ഞ് ഏങ്ങലടിച്ച് കരയുമായിരുന്നു. ഇങ്ങനെ ഏങ്ങലടിച്ച് കർത്താവിനോട് കരയുമായിരുന്നു. ഇങ്ങനെ കരഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ അപബോധ മനസ്സിലൊരു ട്യൂൺ വരികയാണ്. ആ ട്യൂൺ വരികയും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന് വരികയാണ്, പരനെ വിശ്രാമ നാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ, ലേശം താമസം വെക്കല്ലേ,
നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായി. നടന്നു വന്ന വഴികളെല്ലാം ഒത്തിരി ഗർത്തങ്ങളുണ്ടായിരുന്നു. ദൈവം ഉയർത്തിയതല്ലാതെ വേറെ ആരും ഉയർത്തിയില്ല. അവർക്കെന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. മറ്റൊന്നും ഇല്ലെന്ന് കരുതുന്നു. പാസ്റ്ററെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം. കർത്താശ്രീ അനുഗ്രഹിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ്. ഇങ്ങനെ അവസരം എന്ന PAP കമ്മിറ്റിയോട് പ്രത്യേകം നന്ദി. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവദർശനം, ഞങ്ങളുടെ PAPയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് നല്ല ആലോചനയും തൻ്റെ സാക്ഷ്യങ്ങളും തരുവാൻ കർത്താവ് പ്രിയ ദൈവദാസനെ ഇടയാക്കി കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. നമ്മൾ പലപ്പോഴും ദൈവദാസൻ്റെ ഒരു വാക്യം പറഞ്ഞല്ലോ, അനേക ഭക്തന്മാർ ജീവിച്ച നല്ല അനുഭവത്തിൽ കൂടെ ജീവിച്ച ഒരു മാതൃക നമുക്കുണ്ട് ദൈവകോളത്തിൽ. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ പലതും നോക്കുമ്പോൾ നമുക്ക് അവരെ പിൻപറ്റുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ പിതാക്കന്മാർ കർത്താവിന് വേണ്ടി വില കൊടുത്തു, കർത്താവിന് വേണ്ടി നിന്നു. ആ മാതൃക നമുക്ക് പിൻപറ്റാം. പ്രിയ ദൈവാസനെ ഞാൻ ഓർത്തപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് ഓർത്തു, ഇന്ന് പലരും എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രശംസയോ എന്തെങ്കിലും ഒരു ചെറിയ ഡിഗ്രിയോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിൻ്റെ കൂടെ ഡോക്ടേഴ്സ്, റവറൻറ്റ്, പാസ്റ്റർ എന്ന് ചേർക്കും. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ സ്റ്റഡി ചെയ്തപ്പം എനിക്കിങ്ങനെ മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു പ്രശംസയും താൻ ആഗ്രഹിക്കുന്നില്ല. ഇത്ര ശ്രേഷ്ഠമായ ഗാനങ്ങൾ നമുക്ക് തരുവാൻ, ദൈവത്തെ പാടി ആരാധിപ്പാൻ കർത്താവ് പ്രിയ ദൈവദാസനെ ഒരുക്കി. കുടുംബമായി കർത്താവ് സഹായിക്കട്ടെ. തൻ്റെ ശുശ്രൂഷ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ PAPയുടെ എല്ലാ ആശംസയും നന്ദിയും തരുണത്തിൽ അറിയിക്കുന്നു. തുടർന്ന് പ്രാർത്ഥിച്ച് ആശ്രയം പറയുന്നു. ദൈവാസനെ ക്ഷണിച്ചോളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹമായ നിലയിൽ നമ്മുടെ സഭായവും ഇത്രത്തോളം കർത്താവ് നടത്തിയല്ലോ. ദൈവത്തിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യും. ദൈവദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസൻ പറഞ്ഞു, സ്റ്റീഫൻ പറഞ്ഞു, പെന്തിക്കോസ് ഒരു അനുഭവമാണ് ദൈവമക്കളെ. ആ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകണം. ആ അനുഭവം, പെന്തിക്കോസിൻ്റെ അനുഭവം ഉള്ളവരായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ടങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളുടെ മധ്യത്തിലാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നമ്മൾ സുഖിച്ച് നല്ല ശാപ്പാടുമൊക്കെ അടിച്ച് ഏസിക്കകത്ത് കിടന്നുറങ്ങുമ്പോഴല്ല കർത്താവ് സംസാരിക്കുന്നത്. വേദനയുടെ മധ്യത്തിൽ, മുമ്പിലൊന്നും കാണാനില്ലാത്ത സമയത്ത്, ആ സമയത്തൊക്കെ ദൈവിക പ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളം നിറയപ്പെടുവാനിടയാണ്. അതെങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ മാത്രമേ നമുക്ക് കഴിയൂ. ഇത്രമാത്രം നമ്മെ കരുതുന്ന, സ്നേഹിക്കുന്ന, നടത്തുന്ന ഒരു നല്ല ദൈവം നമുക്കുള്ളത് ഓർത്ത് കരങ്ങൾ ഉയർത്തി. ഈ ലോകത്തിൽ ആരെല്ലാം മാറിപ്പോയാലും മാറാത്ത ഒരുവൻ, ആരൊക്കെ സ്നേഹിച്ചില്ലെങ്കിലും സ്നേഹിക്കാൻ കഴിവുള്ളവർ, ആ നല്ല ദൈവം എന്നോടുകൂടെ ഉണ്ട്. നിങ്ങളോട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾ, വലിയവരെല്ലാവരോടും കൂടെയുള്ള ഒരു നല്ല ദൈവം. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം.